ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ നെക്സ്റ്റ് വൺ വരുന്നതാണ് ടെസ്റ്റ് ഫോർ ഡിഫറൻസ് ഓഫ് മീൻ. നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെന്ന് വെക്കാം. ഈ രണ്ട് സെറ്റ് ഓഫ് ഡേറ്റ തമ്മിൽ കമ്പാരിസൺ നടത്തുകയാണ്. ഇതേ പാറ്റേൺ തന്നെ നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്നു പറയുന്നത് സ്മോൾ സൈസ് ആയിരിക്കും, സ്മോൾ സാമ്പിൾ ആയിരിക്കും. ഓക്കെ, സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ രണ്ട് കേസ് നമുക്ക് വരുന്നുണ്ട്, സിഗ്മ അൺനോണും സിഗ്മ നോണും ആയിട്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആർ നോൺ. സിഗ്മ 1 ആൻഡ് സിഗ്മ 2 നോൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഈക്വൽ ടു x1 bar minus x2 bar divided by root of sigma 1 square by s1 plus sigma 2 square by s2. Sorry, s2 all n1 plus sigma 2 square by n2. This is follows n of 0 1 normal distribution with mean 0 and variance 1. രണ്ട് സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്. ഓരോ സെറ്റ് ഓഫ് ഡേറ്റ ഫസ്റ്റ് സെറ്റിൻ്റെ മീൻ ആണ് x1 ബാർ, സെക്കൻഡ് സെറ്റ് ഡേറ്റയുടെ മീൻ ആണ് x2 ബാർ. n1 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിൾ സൈസ്, ഫസ്റ്റ് സെറ്റിനകത്ത് എത്ര സ്റ്റുഡൻറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ എത്ര പേര് നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ടോ അത് n1. സെക്കൻഡ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ അത് n2. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ക്ലാസ്സസിൻ്റെ മാർക്ക് തമ്മിൽ കമ്പാരിസൺ നടത്തുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സസിൻ്റെ മാർക്സ് തമ്മിലാണ് നമ്മൾ ഈ മാർക്സ് തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് നോർമലി നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടോട്ടൽ ആവറേജ് എടുക്കുക, അതായിരിക്കും x1 ബാർ. സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവറേജ് മീൻ എടുക്കുക, അതായിരിക്കും x2 ബാർ. ഓക്കെ, ആവറേജ് എടുക്കുക, അത് x2 ബാർ. ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര പേര് ഇൻക്ലൂഡഡ് ആണോ അവരാണ് n1. സെക്കൻഡ് ക്ലാസ്സിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അതാണ് n2. പിന്നെ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 എന്ന് പറയുന്നത് പോപ്പുലേഷൻ, സിഗ്മ 1 ആൻഡ് സിഗ്മ 2 പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ 1 ആൻഡ് സിഗ്മ 2 സ്ക്വയർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ പോപ്പുലേഷൻ്റെ വേരിയൻസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഗിവൺ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 ഉം സിഗ്മ 2 അൺനോൺ ആവുന്ന കേസിൽ. ഓക്കെ, സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആർ അൺനോൺ. ദെൻ ടി ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. റൂട്ട് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഈ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 അൺനോൺ ആണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ ടി n1 പ്ലസ് n2 മൈനസ് 2. രണ്ട് സാമ്പിൾ ഉള്ളതുകൊണ്ട് രണ്ട് സാമ്പിളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ n1 പ്ലസ് n2 മൈനസ് 2 ആണ് ചെയ്യുക. ഓക്കെ, ഇനി പ്രോബ്ലംസ് നോക്കാം. ഈ പാറ്റേൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അധികം എക്സ്പ്ലനേഷനിലോട്ട് പോകാത്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ below are given the gain in weight of pigs. ഓക്കെ, കുറച്ച് പിഗ്സിനെ എടുത്തിട്ട് സ്റ്റഡി നടത്തുന്നു. അവർക്കപ്പം രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് കൊടുക്കുന്നു. രണ്ട് ഡയറ്റാണ് ഈ രണ്ട് സെറ്റും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറ്റ് എ ഫോളോ ചെയ്യുന്ന പിഗ്സും ഉണ്ട്, ഡയറ്റ് ബി ഫോളോ ചെയ്യുന്ന പിഗ്സും ഉണ്ട്. അപ്പോൾ ഡയറ്റ് എ ഫോളോ ചെയ്യുന്നതിൻ്റെ വെയിറ്റും ഡയറ്റ് ബി ഫോളോ ചെയ്യുന്ന സെക്കൻഡ് ടൈപ്പ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന പിഗ്സിൻ്റെ വെയിറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. രണ്ട് ഈ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡിന് ഇപ്പോൾ എ ഡയറ്റ് ഫോളോ ചെയ്യുന്ന പിഗ്സിന് ഇത് കൂടുതലുണ്ടോ, നമ്മുടെ വെയിറ്റ് കൂടുതലുണ്ടോ, വെയിറ്റ് കൂടുന്നുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഡയറ്റ് ബി ഫോളോ ചെയ്യുന്ന തമ്മിൽ വെയിറ്റ് എന്തെങ്കിലും കൂടുതലുണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റ് എ ഫോളോ ചെയ്യുന്നതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതിനകത്ത് n1ഉം n2ഉം സെയിം ആകണം എന്നൊന്നും നമുക്ക് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന 10 പിഗ്സ് ആണെങ്കിൽ സെക്കൻഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന 8ഓ 12ഓ അല്ലെങ്കിൽ 24ഓ അങ്ങനെ എന്തെങ്കിലും ആകാം. n1 n2 സെയിം ആകണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡയറ്റ് എ ഫോളോ ചെയ്യുന്ന പിഗ്സിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത് ഡയറ്റ് ബി ഫോളോ ചെയ്യുന്ന പിഗ്സിൻ്റെ വെയിറ്റ്, അത് 44, 34, 22, 10, 47,
31, 40, 30, 32, 35, 18 and 21. ഓക്കെ, അപ്പോൾ ഡയറ്റ് എ ഡയറ്റ് ബിയും ഉണ്ട്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ടെസ്റ്റ് if the two diets differ significantly, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരെണ്ണം മറ്റൊന്നതിനേക്കാൾ ബെറ്റർ ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ബെറ്റർ ആണോ അല്ലയോ എന്നൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് കൊണ്ട് ഇപ്പോൾ ഡയറ്റ് ചെയ്യാനോ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അതനുസരിച്ച് ചേഞ്ച് ആവും. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലേ. ഇവിടെ ഹൈപ്പോത്തസിസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുക H0 എന്ന് പറയുന്നത് ഡയറ്റ് എയുടെ ആവറേജും ഡയറ്റ് ബിയുടെ പോപ്പുലേഷൻ ആവറേജും ഈക്വൽ ആണ്. അതായത് ഡയറ്റ് എയുടെ പോപ്പുലേഷൻ ആവറേജ് μ1 ആണെങ്കിൽ ഡയറ്റ് ബിയുടെ പോപ്പുലേഷൻ ആവറേജ് μ2 തമ്മിൽ ഈക്വൽ ആണ്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. ഈ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും ഒരേ വെയിറ്റ് തന്നെയാണ് രണ്ട് ഗ്രൂപ്പിനും. H0 എന്ന് പറയുന്നത് നമുക്ക് പലത് വരാം, പക്ഷെ ഇവിടെ ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ നോട്ട് ഈക്വൽ ടു വരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്നേ ചോദിച്ചിട്ടുള്ളൂ. μ1 μ2 നോട്ട് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഒന്നും മറ്റേനേക്കാൾ ബെറ്റർ ആണോ അല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യാനായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ H1 എന്ത് വരും, μ1 നോട്ട് ഈക്വൽ ടു μ2. ആൽഫ പ്രത്യേകിച്ചൊന്നും തരാത്തത് കൊണ്ട് നമുക്ക് 5% എടുക്കാം. വിഷ് 1% or 10%, 5% ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്ത് ചൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്കിനി പിന്നെ ആകെപ്പാടെ അറിയുന്ന ഡേറ്റ എന്താണ്, N1 എത്ര എന്നറിയാം. N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന പിക്സിൻ്റെ നമ്പർ. അപ്പോൾ അത് എത്ര വരും, 12. N2 എന്ന് പറയുന്നത് എന്താണ്, 12. ഇത്രയും ഡേറ്റാസ് നമുക്കുള്ളൂ. ഇത് നമുക്ക് യൂസേഴ്സ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട സിഗ്മ നോൺ ആണോ അൺനോൺ ആണോ നോക്കുക. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് എന്താണ്, അൺനോൺ ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, സെക്കൻഡ് ഇക്വേഷൻ. പോപ്പുലേഷൻ വേരിയൻസ് അൺനോൺ ആകുമ്പോൾ ഇക്വേഷൻ T ഈക്വൽ ടു x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. നമുക്ക് അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. x1 ബാർ ഇല്ല, x2 ബാർ ഇല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ല, അല്ലെങ്കിൽ വേരിയൻസുകളൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം തന്നിരിക്കുന്ന സ്മോൾ സാമ്പിളിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. x1 ബാർ എന്ത് വരും, ഫസ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റയുടെ സം എടുക്കുക, then divided by number of datas. That means 25 plus 32 plus 30 plus etc plus 25 അല്ലേ ലാസ്റ്റ് ഡേറ്റ നമ്മൾ എഴുതിയിരുന്നത് 25. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിൽ എഴുതിയിരുന്നത് 25. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റയുടെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഡേറ്റാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്ര ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു, 12 ഒബ്സർവേഷൻ. n എന്ന് പറയുന്നത് 12, n1 ഇവിടെ വരുമ്പോൾ n1 എന്നാവേ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 336 by 12 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ആവറേജ് ഈക്വൽ ടു x1 ബാർ ഈക്വൽ ടു 28. അപ്പോൾ ഇതേപോലെ തന്നെ x2 ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. x2 ബാർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സമ്മേഷൻ x സെക്കൻഡ് ഡേറ്റ നോക്കുക, സെക്കൻഡ് ഡേറ്റയുടെ സം എടുക്കുക, ദാറ്റ് മീൻസ് 44 34 ഈ ഡേറ്റയുടെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തോരം 44 പ്ലസ് 34 പ്ലസ് 22 പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് വൺ 18 പ്ലസ് 21. ദിസ് ഈസ് ഡിവൈഡഡ് ബൈ 12. 12 വരുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ 30.33 ആണ്. അപ്പോൾ x1 ബാറായി x2 ബാറായി. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷനകത്ത് n1 ഉണ്ട്, ഇക്വേഷനകത്തല്ല n1 n2 നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ക്വസ്റ്റ്യനിൽ നിന്ന്. x1 ബാർ x2 ബാർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്താ s1 സ്ക്വയറും s2 സ്ക്വയറും. s1 സ്ക്വയർ എന്ന് പറയുമ്പോൾ s എന്നുള്ള ഡിനോട്ട് ചെയ്യുന്ന സാമ്പിളിൻ്റെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ s1 സ്ക്വയർ ആൻഡ് സാമ്പിൾ വേരിയൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സാമ്പിൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തൊരു 1 by n summation xi square മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ എക്സ് ബാർ രണ്ടെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ S1 സ്ക്വയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ n ഇല്ലെങ്കിൽ കൂടെ ചെയ്തു പോകാം. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്ത് പറയുന്നത് എന്ത് വരും? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ ഒബ്സർവേഷൻസിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയർ എടുക്കുക, ദെൻ ആഡ് ചെയ്യുക. 25 സ്ക്വയർ പ്ലസ് 32 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ, ഓരോ ടേംസിൻ്റെയും സ്ക്വയർ ദെൻ അഡീഷൻ. അപ്പോൾ എങ്ങനെ വരും നമ്മുടെ ഡേറ്റ? നമുക്കുണ്ടായിരുന്ന ഡേറ്റാസ് 25 ഒക്കെ അല്ലേ? ഓക്കെ, 25 square plus 32 square plus etc. plus last one 25 square, that's divided by 12. Okay, അപ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ വരിക 9788 by 12 ആണ്. ഓക്കെ, 9788 ചെയ്യുമ്പോൾ by 12 ചെയ്യുക. അതിനുശേഷം അപ്പോൾ അങ്ങനെയാണെങ്കിൽ S1 സ്ക്വയർ എന്ത് വരും? S1 സ്ക്വയർ ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 9788 ഡിവൈഡ് ബൈ 12 മൈനസ് എക്സ് ബാർ എന്താണ്? എക്സ് ബാർ നമ്മൾ x1 ബാർ 28. അപ്പോൾ x1 ബാർ വെച്ച് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, മൈനസ് ഇവിടെ x1 ബാർ ഉണ്ട്. x1 ബാർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. x1 ബാർ എന്ന് പറയുന്നത് 28 സ്കോർ ചെയ്യുക. ഇത് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയേക്കുന്ന ആൻസർ S1 സ്ക്വയർ എന്ന് പറയുന്നത് ഡിവിഷൻ ചെയ്യുന്നു, ദെൻ മൈനസ് 28 സ്കോർ ചെയ്യുന്നു. ഓൾമോസ്റ്റ് 31.66 ആണ്. ഇതേപോലെ S2 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. S2 സ്ക്വയറിൻ്റെ സ്റ്റെപ്പ് ഇക്വേഷൻ എന്തായിരിക്കും? 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് സെറ്റ് ഓഫ് ഡേറ്റയുടെ വേരിയൻസ് ആൻഡ് സെക്കൻഡ് സെറ്റ് ഓഫ് ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സെറ്റ് ഓഫ് ഡേറ്റ ദാറ്റ് 44 സ്ക്വയർ പ്ലസ് 34 സ്ക്വയർ പ്ലസ് 22 സ്ക്വയർ, അങ്ങനെ ആ ഓരോന്നിൻ്റെ സെക്കൻഡ് സെറ്റ് ഓഫ് ഡേറ്റയുടെ ഓരോന്നിൻ്റെ സ്ക്വയർ എടുക്കുക, ദെൻ അതിനെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വാല്യൂ എങ്ങനെ വരും? 44 ആയിരുന്നല്ലേ ഫസ്റ്റ് ഡേറ്റ. 44 സ്ക്വയർ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ n ആണ്. 44 സ്ക്വയർ പ്ലസ് ഈ പോർഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, പ്ലസ് 34 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 18 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റാസ് 12. ദെൻ ഇത് നമ്മൾ ചെയ്യുക, എന്നിട്ട് S2 സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. S2 സ്ക്വയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതിൻ്റെ സം എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ സം എന്ന് പറയുന്നത് 12,360 by 12 മൈനസ് നമുക്ക് മെയിൻ കിട്ടിയിരുന്നത് 30.33 ആയിരുന്നു. 30.33 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് S1 സ്ക്വയർ കിട്ടും, S2 സ്ക്വയർ കിട്ടും. S2 സ്ക്വയർ എന്ന് പറയുന്നത് 110.09. നമുക്ക് S1 സ്ക്വയർ കിട്ടിയിരുന്നത് 31.66. N1 കിട്ടിയിരുന്നത് 12. N2 12 തന്നെയാണ്. അടുത്തത് x1 ബാർ എന്ന് പറയുന്നത് എന്ത് വരും? 28 ആൻഡ് x2 ബാർ എന്ന് പറയുന്നത് എന്തൊരു 30.33. അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. σ1 and σ2 are unknown, therefore we can use test statistic t equal to x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. Okay, this follows t distribution with n1 plus n2 minus 2 degrees of freedom. അപ്പോൾ നമുക്ക് σ1 and σ2 unknown ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 28 മൈനസ് 30.33 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു S1 സ്ക്വയർ. S1 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന S1 31.66. 31 ഓൾറെഡി S1 സ്ക്വയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇനി സ്ക്വയർ ഒന്നും കൊടുക്കണ്ട, നമ്മൾ സ്ക്വയർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 110.09
0.09 divided by n1. 12 plus 12 minus 2 into 1 by 12 plus 1 by 12. Okay. Follows T distribution with 12 plus 12 minus 2 degrees of freedom. അപ്പോൾ ഇത് എന്താണെങ്കിലും നെഗറ്റീവ് വരും. കാൽക്കുലേഷൻ ചെയ്ത് ഫൈനൽ നമ്മുടെ ടേബിൾ വാല്യൂ ഏകദേശം -0.557. ഇതിന് നിയറസ്റ്റ് വാല്യൂസ് ഒക്കെ വരണം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക ഇതേ വാല്യൂസ് ഒക്കെ തന്നെയാണെന്ന്. ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 22 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടി. 22 ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്കറിയാം. ടി ടേബിൾ നമ്മൾ എടുക്കണമെന്നറിയാം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വന്നേക്കുന്നത് നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടു ആയിട്ട് എന്ത് ചെയ്യണം? 2 tail ടെസ്റ്റ് ആണ്. ഓക്കെ, നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ നമുക്ക് 2 tail ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ ടേബിളിലോട്ട് പോവാം. ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞിട്ട് താഴെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. 2 tail ടെസ്റ്റ് ആണെങ്കിൽ ഏതെടുക്കണമെന്നുള്ളത്. For 1 tail test, level of significance given in the brackets. For 2 tail ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബോൾഡ് ലെറ്ററിലുള്ളതാണ്. 2 tail ടെസ്റ്റ് ആണ്. അപ്പോൾ നേരെ 0.05 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര? 22. അപ്പോൾ 22നും 0.25 ഏകദേശം 2.074. അപ്പോൾ നെഗറ്റീവ് ടി വാല്യൂയിലുള്ളതുകൊണ്ട് ഇതിലൂടെ നമുക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. രണ്ടും നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വലിയ നമ്പേഴ്സ് കിട്ടുവാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്പേഴ്സ് കുറയുവാണല്ലോ. 26, 27, 30 കഴിഞ്ഞാൽ പിന്നെ 40 ആണ് വരുന്നത്. അപ്പോൾ അത്രയും എൻ്റെ അടുക്ക് 31, 32 എന്ന് പറയുന്നതൊന്നും നമുക്ക് ഈ ബുക്ക്ലെറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ എക്സാം ടൈമിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. മീൻസ് 32 ആണ് കിട്ടുന്നത്. അപ്പോൾ 32ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതാണെന്ന് നോക്കുക. അതെന്ന് പറയുന്നത് 30 ആണ്. അല്ലെങ്കിൽ നമുക്ക് 39 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 40 ഡിഗ്രീസ് ഇതെടുക്കുക. 40ക്ക് കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ നമ്മൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പ്രിസൈസ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താ? 2.074. അപ്പോൾ നമുക്ക് 2.074ഉം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താ? മൈനസ് വാല്യൂ ആണ്. അപ്പോൾ ഫ്രം ടി ടേബിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ആയിരുന്നു? വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 22. ടി ആൽഫ ബൈ 2 നമ്മൾ 2 tail അല്ലേ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ആൽഫ ബൈ 2 ഈക്വൽ ടു -2.074. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുത്ത് ഞാൻ എഴുതിയേക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ടിടത്തും മൈനസ് കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ 2.74ന് ശേഷമുള്ളതാണ് നമ്മുടെ എന്ത് വരുന്നത്? ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ -2.07. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് -0.5. അപ്പോൾ ഇത് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ വരിക എന്നൊന്ന് നോക്കുക. ഇതിപ്പോൾ ഏത് റീജിയനിലാണ് വന്നേക്കുന്നത്? ഇവിടാണ് ക്രിട്ടിക്കൽ റീജിയൻ. -0.5 എന്ന് പറയുന്നത് ഏതായാലും അക്സെപ്റ്റൻസ് റീജിയനാണ്. അപ്പോൾ എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഹെൻസ് വി അക്സെപ്റ്റ് നോട്ട്. ഓക്കെ, calculated value is great. Calculated value is smaller than value is less than the table value. Hence we accept H0. Okay, hence we accept H0. എന്ന് പറഞ്ഞ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും ചില കേസസിൽ നമുക്ക് ഓൾറെഡി ഡേറ്റാസ് എല്ലാം ഗിവൺ ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ x1 ബാറും x2 ബാറും അല്ലെങ്കിൽ s1ഉം s2 എന്താണെന്ന് വെച്ചാൽ തന്നിട്ടുള്ള ഡേറ്റാസ് എല്ലാം ഗിവൺ ആയിരിക്കും. നമുക്കിത് ഇത്രയും കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഡയറക്റ്റ് വാല്യൂലോട്ട് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്യാം. 2 random samples are taken from normal population resulting in the following statistics. Size, mean, standard deviation. Okay, sample size 16 ഉം 25 ആണ്.
മീൻ എന്ന് പറയുന്നത് 34ഉം 45 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.5 2.5 ആണ്. അപ്പോൾ രണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഈ സാമ്പിൾ സൈസ് 16 സാമ്പിൾ സൈസ് വരുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 2.5. ദാറ്റ് മീൻസ് നമുക്ക് തന്നേക്കുന്ന സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗിവൺ ആണോന്ന് മാത്രം നോക്കിയാൽ പോരാ, അത് സാമ്പിളിൻ്റെ ആണോ പോപ്പുലേഷൻ്റെ ആണോ എന്നൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 16 ഡേറ്റയുടെ ആണ് 2.5. അപ്പോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് ടെസ്റ്റ് whether the sample can be regarded as coming from same normal population. ഓക്കെ, അപ്പോൾ ഒരേ പോപ്പുലേഷനിൽ നിന്നാണോ ഇത് വന്നിരിക്കുന്നത്? സെയിം പോപ്പുലേഷനിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മീൻ എന്തായിരിക്കും? H0 എന്തായിരിക്കും? മീൻ എന്ന് പറയുന്ന രണ്ടിൻ്റെ എന്തായിരിക്കും? സെയിം പോപ്പുലേഷൻ ആണെങ്കിൽ μ1 μ2 ഈക്വൽ ആയിരിക്കും. ഇനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അതിൻ്റെ ആ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരേ പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള വാല്യൂസിന് ഒരേ പോപ്പുലേഷൻ മീനല്ലേ വരത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യാം? σ1 σ2 അല്ല തന്നേക്കുന്നത്, സാമ്പിളിനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. എല്ലാത്തിൻ്റെയും കൂടെ ഏത് ഡിസ്ട്രിബ്യൂഷൻ ഏതാ ഫോളോ ചെയ്യുന്നതെന്ന് പറയണേ. n1 plus n2 minus 2. നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു x1 ബാർ അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് n1 എന്താ? ഫസ്റ്റ് സാമ്പിൾ സൈസ് 16, n2 എന്താ? 25. ഫസ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റയുടെ മീൻ എന്താ? 34. ഫസ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എസ് മാത്രമേ ഉള്ളൂ, സ്ക്വയർ ഇല്ല. ഓക്കെ, സെക്കൻഡ് സെറ്റ് ഓഫ് ഡേറ്റയുടെ മീൻ 45. സെക്കൻഡ് സെറ്റ് ഓഫ് ഡേറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഗെയിൻ 2.5. ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t equal to 34 minus 45 divided by root of 16 into 2.5 square. 2.5 square വേണം, കാരണം S1 ആണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. n2 എന്ന് പറയുന്നത് 25 into 2.5 square. വേരിയൻസ് എന്ന് പറഞ്ഞാൽ മാത്രമേ സ്ക്വയർ ഇടാതെ എഴുതിയാൽ മതി. പിന്നെ വരുന്ന n1 16 plus 25 minus 2 into 1 by 16 plus 1 by 25. Okay, follows t with 16 plus 25 minus 2 degrees of freedom. അതോടെ കൂടി എഴുതിയേക്കണേ. follows t with 16 plus 25 minus 2 degrees of freedom. ഓക്കെ, സ്പേസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അവിടെ എഴുതുന്നില്ല. ഇതിൻ്റെ വാല്യൂസ് ഓൾമോസ്റ്റ് വരിക -13.4 ആണ്. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. ദെൻ ടേബിൾ വാല്യൂ എടുക്കുക. ആൽഫ 5% എടുത്തിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും വരിക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുമ്പോൾ എന്തോരും? 16 plus 25 23. 16 plus 23 എന്തോരും? 39. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഓൾമോസ്റ്റ് 39 40ക്ക് നിയറസ്റ്റ് വരുന്ന ഒരു വാല്യൂ 40 എടുത്തിട്ട് ആൽഫ എന്ത് ചെയ്യുക? 0.05. 2 tail വരിക. രണ്ടിടത്തും ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതിയല്ലോ. 2 tail ആയിരിക്കും നമ്മൾ വരിക. ആൽഫ 0.05 തന്നെ നമ്മൾ എടുക്കേണ്ടത്. 30 ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 39 എനിക്ക് ആക്സസബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 40 എടുക്കുകയാണ്. ഏകദേശം 2.021 വരും കേട്ടോ. ദെൻ കമ്പയർ ചെയ്യുക, നമ്മുടെ വാല്യൂ ആയിട്ട് അക്സെപ്റ്റബിൾ ആണോ റിജക്റ്റ് ചെയ്യുവാണോ എന്നുള്ള ദെൻ കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.